ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ നന്ദകുമാർ സാറ് അവിടെ വന്നിട്ട് അത് പത്മയുടെ ബോഡി അല്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ സർ, പത്മയുടെ ബോഡി എന്നിങ്ങനെ ചോദിച്ചു രാജീവ്. അപ്പോൾ വേഗം തന്നെ പത്മ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ മരിച്ചു എന്ന് പറയാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു തെളിവുമില്ല. ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിന് അമ്പാടി മാത്രം മതി തെളിവ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആ കുട്ടി മിക്സിങ് ആകാനാണ് സാധ്യത എന്നിങ്ങനെ ഇങ്ങനെ നന്ദകുമാർ സാർ പറയാണ് കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേനും വേഗം തന്നെ ആര്യക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. നമുക്ക് വിശദമായി അന്വേഷിക്കാം, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ആദ്യമായിട്ട് എനിക്ക് വേണ്ടത് ഇത് നസീമയുടേതാണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ വിത്ത് യുവർ പെർമിഷൻ ഈ ബോഡി ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവാണ് എന്നിങ്ങനെ നന്ദകുമാർ സാർ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും സ്ട്രക്ചർ എടുത്തോണ്ട് വരൂ എന്ന് പറഞ്ഞു. അവർ വേഗം ചെന്ന് സ്ട്രക്ചറൊക്കെ എടുത്തു. അപ്പോഴേക്കും കുഞ്ഞപ്പനും ബാക്കിയുള്ളവരോടും എല്ലാം ചേർന്നിട്ട് ഈ ബോഡി നേരെ സ്ട്രക്ചറിലേക്ക് കയറ്റി അവരെല്ലാവരും അതും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. കൂടെ അവരുടെ ബാപ്പയും ഉമ്മയും ഒക്കെ പോയി. എല്ലാവരും സങ്കടപ്പെട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറേ നേരം ഇങ്ങനെ നിശ്ചലമായിട്ട് എല്ലാവരും നോക്കി നിന്നു കേട്ടോ, ആ ബോഡി പോയി തോർത്തിട്ട്. പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദിരേനെയാണ്. ഫോൺ വിളിച്ചിട്ട്, അതെ ഞാനങ്ങ് പോയില്ല ശവടക്കിന്. ആ ഒരു വേലക്കാരി പെണ്ണ് ചാവുമ്പോ ഇപ്പോ നമ്മളൊക്കെ എന്തിനാ പോകുന്നത്? അതിന്റെ ആവശ്യം എന്താ? ഇവിടെയുള്ള മഹാത്മാക്കളൊക്കെ പോയിട്ട് വരട്ടെ. പിന്നെ എന്താന്ന് വെച്ചാലേ കുറച്ച് ദിവസം ഇവിടെ താമസമുണ്ടത് ചെത്ത് 16 കറിയാതെ ഭഗവാന്റെ മുന്നില് വിളക്ക് കൊടുത്താവോ എന്നൊരു സംശയം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് തന്നെ അവരെല്ലാവരും കൂടെ എത്തിയിട്ടോ. അവര് വരുന്നുണ്ട് കേട്ടോ, പിന്നെ വിളിക്കാമേ എന്ന് പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി എത്തി. അഞ്ജലിയും നമ്മുടെ ശിവരാമനും ഒക്കെ കൂടി. അപ്പൊ ശിവരാമനെ കണ്ടപ്പോൾ തന്നെ ആകെ മുഖമൊക്കെ വല്ലാണ്ടായിരിക്കുന്നത്. വന്ന ഉടനെ തന്നെ ആള് ഇങ്ങനെ ദേഷ്യപ്പെട്ടാണോ കലിപ്പിലാണോ എന്ന് പറയുമോ അതുപോലൊരു അവസ്ഥയില് ഭയങ്കര ഭീകരാദൃശ്യത്തിൽ ഇങ്ങനെ കയറിപ്പോവാണ് കേട്ടോ. ശിവരാമേട്ടാ, ചടങ്ങുകളൊക്കെ കഴിഞ്ഞായിരുന്നോ? എന്തായി അവിടുത്തെ കാര്യങ്ങള് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പുറകെ നമ്മുടെ ശ്യാമള വന്നു. അപ്പൊ ശ്യാമളയോടും എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കണം. ശ്യാമളെ, എന്തായി ശ്യാമളെ കാര്യങ്ങളൊക്കെ? എന്തു പറ്റി? അവിടെ ആരാ ചടങ്ങുകളൊക്കെ ചെയ്തത്? ഒന്നും മിണ്ടിയില്ല. ശ്യാമളയും അകത്തേക്ക് കയറിപ്പോയി. ഇതെന്ത് കൂത്ത്? ഇതെന്താ ഇത്? അഞ്ജലി എന്ന് വിളിച്ച ഉടനെ, അഞ്ജലി നീ ഇങ്ങൊന്നേ. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ അമ്മയോട് ചോദിക്കാം. ഞാനും കുഞ്ഞപ്പനും അതും കൂടി ആര്യച്ചിയെ ഒന്ന് ഇറക്കി അകത്തെ മുറിയിലൊന്ന് കിടത്തട്ടെ. ചേച്ചിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ വേഗം തന്നെ ഇന്ദിര നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ അവരവിടെ ഇരിപ്പുണ്ട് കേട്ടോ രണ്ടുപേരും. ഈ സമയത്ത് ആര്യനെ ഇവരിങ്ങനെ സ്ട്രക്ചറിൽ വീൽ ചെയറിൽ ഇറക്കി ഇരുത്താണ് അകത്തേക്ക് കയറ്റാനായിട്ട്. അല്ല അതേ ശ്യാമളെ, എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഒക്കെ വിഷമങ്ങള്. പക്ഷേങ്കില് സത്യം പറഞ്ഞാലേ ഞാൻ ആ കൊച്ചിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു. അവളൊരു പാവമായിരുന്നു സത്യത്തില് എന്നിങ്ങനെ സ്വന്തമായിട്ട് ഒരു ആത്മകഥം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തു പറയാനാ, ഒരു തരത്തിൽ ആലോചിച്ചാ എന്തൊക്കെ പറഞ്ഞാലും അവള് നമ്മളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ തന്നെ ആയിരുന്നല്ലോ. അല്ല, അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ പിന്നെ ചടങ്ങുകളൊക്കെ അതിന്റെ മുറ പോലെ നടത്തിയല്ലേ പറ്റുള്ളൂ. അതാ ഞാൻ ആലോചിക്കുന്നത്. പിന്നെ അടക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ 5നോ 7നോ സഞ്ചയനോ ഒക്കെ നടത്തി ബലിയിടിയിലൊക്കെ നമുക്ക് പഴശുരാമ ക്ഷേത്രത്തിൽ നടത്താം. അതാണെങ്കിൽ എളുപ്പമാണല്ലോ. മതി, ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞ് ശിവരാമൻ ചാടി ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റു. ബലിയിടലും അന്ത്യകർമ്മം ഒക്കെ അവള് ചത്തിട്ട് പോരെ എന്ന് ചോദിച്ചുകൊണ്ട് നേരെ ശിവരാമൻ റൂമിലേക്ക് കയറിപ്പോയി. വെറുതെ മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു ഹോ എന്ന് പറഞ്ഞുകൊണ്ട് ശിവരാമൻ അകത്തേക്ക് പോയി. ഒന്നും മനസ്സിലായില്ല എന്തിരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. അല്ല, എന്താ ശ്യാമളെ ശിവരാമേട്ടൻ ഇങ്ങനെ പറയണത്? അപ്പൊ അവള് മരിച്ചിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കാം. അപ്പൊ പിന്നെ ഇതെന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മരിച്ചത് പത്മയല്ല, മറ്റൊരു പെൺകുട്ടിയാ എന്ന് പറഞ്ഞു. പത്മയുടേത് എന്ന് കരുതി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ബോഡി അവളുടേതല്ല എന്ന് പോലീസ് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആരുടെയാത് എന്നിങ്ങനെ ചോദിച്ചു. അത് തക്കല ഭാഗത്തുള്ള ഒരു നസീമയുടേതാണെന്നാ പോലീസ് പറയുന്നത്. നസീമയോ? ആ കുട്ടിയുടെ ബാപ്പയും ഉമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഷെടാ, ഇതെന്തോ കൂത്ത്? ആ പോലീസുകാരന്മാര് തന്നെയല്ലേ പത്മ മരിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തത്. എന്നിട്ടിപ്പോ
എന്താണെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞു. എന്താ ഏതാ എന്ന് സംഭവിച്ചെന്ന് ഒരെത്തുംപടി കിട്ടാതെ ഇരിക്കുക എല്ലാവരുടെ അവസ്ഥ ഇതാ എന്ന് പറഞ്ഞു. ആ അപ്പത്തേനും എന്നിട്ട് ശ്യാമള അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയപ്പോൾ വിളക്കൊന്നും തെളിയിച്ചിട്ടില്ല കേട്ടോ. ഭഗവാന്റെ മുന്നില് നേരെ തിരിച്ചു വന്നു. എന്നിട്ട് ഇന്ദിരേ അതെ, പത്മയുടെ കാര്യം നീ ഏതായാലും ദൈവത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ചിട്ടില്ലല്ലോ അല്ലേ? വേണ്ട. അതുകൊണ്ട് പത്മയുടെ കാര്യത്തിൽ രണ്ടിലൊന്ന് അറിയുന്നത് വരെ ഈ വീട്ടിൽ ഇനി വിളക്ക് കത്തിക്കണ്ട ആരും എന്നുകൂടി പറഞ്ഞിട്ട് നമ്മുടെ ശ്യാമള നേരെ അകത്തേക്ക് പോയി കേട്ടോ. എന്നാലും അപ്പം പിന്നെയും ആലോചനയാണ് കേട്ടോ. എന്റെ ദൈവമേ, ആകെ പ്രതീക്ഷിച്ചതായിരുന്നു. അപ്പൊ പിന്നെ പത്മയ്ക്ക് ഇത് എന്തു പറ്റി? എന്റെ ദൈവമേ, ചാവാതിപ്പോ അവൾ എവിടെ പോയി? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്ത് കഷ്ടാണെന്ന് നോക്കണേ. അപ്പൊ പിന്നെയും ആലോചിച്ച് നിൽക്കണം. അപ്പൊ വേഗം തന്നെ ആര്യനെയും കയറ്റി ഇവരവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ മധുവും അവരും അങ്ങോട്ടേക്ക് പോയി. പിന്നെ ദേണ്ട നമ്മുടെ രാജീവ് അർജുൻ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പൊ വേഗം തന്നെ നമ്മുടെ നന്ദകുമാർ സാർ പറഞ്ഞതാണ് ഓർമ്മ. ആ പത്മ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല. ആ കുട്ടി മിസ്സാകാനും സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ അർജുൻ ഓരോ കാര്യവും ഇങ്ങനെ ആലോചിച്ച് കുറെ നേരം വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ. മനസ്സിന് എന്തോ ഒരു സമാധാനവും ഇല്ല. പത്മ എവിടെ എന്ന് ഓർത്തിട്ട് ആളാകെ വലിയ ടെൻഷനിലാണ്. അപ്പൊ നേരെ ശംഖുചക്രത്തിലേക്ക് എത്തി. കോളിംഗ് ബെൽ അടിച്ചു. നന്ദിനി വാതിലി എന്ന് തുറന്നു കേട്ടോ. അപ്പൊ നന്ദിനി ചെന്നപടി നന്ദിനെ കടുപ്പിച്ച് നോക്കിയാണ് കയറി പോണത്. അർജുൻ എന്ന് വിളിച്ചു. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? എന്താ വീടും കൂടും ഒന്നും നിനക്ക് വേണ്ടേ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. നിന്നെ ഞാൻ അർജുനോടായി ചോദിക്കുന്നത്, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? അറിഞ്ഞിട്ടിപ്പോ എന്ത് വേണം? എന്ത് വേണമെന്നോ? അപ്പോഴേക്കും ഇന്ദു അങ്ങോട്ടേക്ക് വന്നു. ഇന്നലെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് അമ്മയായി എനിക്കറിയണ്ടേ? അറിയണ്ട. അല്ലെങ്കിൽ തന്നെ അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ഞാൻ പോകുന്നിടത്തൊക്കെ വന്ന് എന്നെ പൂട്ടിയിടാനായിട്ടാണോ? അതോ ഞാൻ അറിയാതെ എന്നെ പിന്തുടർന്ന് വന്ന് എന്റെ സ്വകാര്യത കണ്ടെത്തി അത് ആഘോഷിക്കാനോ എന്ന് ചോദിച്ചോണ്ട് ഇവൻ ചാടിക്കടിക്കാണ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇനിയിപ്പോ ഉദ്ദേശം എന്ത് തന്നെയായാലും അതിൽ നിന്ന് തരാൻ എനിക്ക് തൽക്കാലം മനസ്സില്ലെങ്കിലോ എന്ന് ചോദിച്ചു. ദേ, നിങ്ങളെന്താ എന്നെ കൊന്നുകളയുവോ? ചോദിച്ചു കേട്ടില്ലേ? എന്നാ പിന്നെ എന്നാ കൊല്ല്, അന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ ചീറുന്നത്. അങ്ങനെയൊന്നും മിണ്ടാതെ തന്നാ എങ്ങനെ ശരിയാകും അർജുനെ എന്ന് ചോദിച്ച ഇന്ദു. ഒന്നുമില്ലെങ്കിലും സ്വന്തം അമ്മയല്ലേ നിന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് അവര് ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞിട്ട് പോന്നീയേ. സമാധാനം ബോധിപ്പിക്കാൻ എനിക്കിപ്പോ സൗകര്യം ഇല്ലെങ്കിലോ എന്ന് ചോദിച്ചു. അർജുൻ, അല്ല ഇതൊക്കെ പറയാനും ആജ്ഞാപിക്കാനും നിങ്ങൾ ആരാ? നിങ്ങൾ എന്റെ ആരാന്നാ ചോദിച്ചത്. അർജുൻ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അതെ, അതോ നിന്റെ സമനില തെറ്റിയോ? ദേ, ഇന്ദു നിന്റെ കുഞ്ഞമ്മയാ. എന്നെ പോലെ തന്നെ ഇവൾക്കും നിന്നോട് കാര്യങ്ങൾ ചോദിക്കാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിലുണ്ട് എന്നുള്ളതാ സത്യം. അപ്പോഴേക്കും നമ്മുടെ കഥാനായകൻ എത്തി, നമ്മുടെ രാഘവനുണ്ണി. ഓഹോ, എന്നാ പുതിയൊരു അറിവാണല്ലോ. എന്നാലേ ഈ നിൽക്കുന്ന സ്ത്രീയോട് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു. ഇവർക്കെല്ലാവർക്കും അടി കിട്ടിയതുപോലെ ഇവന്റെ സംസാരം. ഇവരോടൊന്നല്ല, ആരോടും. അർജുൻ എന്ന് വിളിച്ചുകൊണ്ട് നേരെ രാഘവനുണ്ണി അങ്ങോട്ടേക്ക് എത്തി. അപ്പൊ വേഗം തന്നെ അർജുനു കലി പൂണ്ടാ നിൽക്കുന്നത്. അപ്പൊ രാഘവൻ വന്നിട്ട്, എവിടെയാടാ നീ വീട്ടിൽ കയറാൻ നടന്നിരുന്നത്? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം എന്നിങ്ങനെ ചോദിക്കണം. കുറച്ചു ദിവസം മുൻപ് നിന്റെ ഏട്ടൻ അഭിലാഷ് ഇതുപോലൊരു രാത്രി 4 കാലി വന്ന് ഷോ കാണിച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്തിരുന്നു. അതുപോലെ വലുതുമാണോ നിന്റെ പുറപ്പാട്? ഇനി എന്തെങ്കിലും ചിലത് ഒഴിവാക്കാനാണോ നീ വീട്ടിൽ കയറാൻ തീരുമാനിച്ചത്? സോറി, ഈ വീട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ കാണാനും കണ്ടതിനോട് പ്രതികരിക്കാനും ഏട്ടന് ചിലപ്പോൾ മദ്യത്തിന്റെ ഒരു ഇത് വേണമായിരിക്കും. പക്ഷേ എങ്കിൽ ഈ അനിയനെ അങ്ങനെ വേണ്ട. പറയാനുള്ളത് പച്ചയ്ക്ക് മുഖത്ത് നോക്കി തന്നെ പറയും. അതാരാണെങ്കിലും അങ്ങനെ തന്നെ. ശരി ശരി, മതി, നിർത്ത് നിന്റെ കവല പ്രസംഗം. അതെ, വെറുതെ എടാ, ആ റെയിൽവേ ട്രാക്കിൽ കിടന്ന ചത്തതിന്റെ ഹാങ് ഓവർ ആണോടാ നീ കാണിക്കുന്നത്? അതെ, ചോദിച്ച കേട്ടില്ലേ? അപ്പം രാഘവനുണ്ണി കലി പൂണ്ടിങ്ങനെ നിൽക്കണം. എടാ മോനെ അർജുനെ, അതെ ശരിക്കും തങ്കച്ചി പാസമൊക്കെ കാണാൻ നല്ലതാ. പക്ഷെ സിനിമയിലും നാടകത്തിലും ഇതിപ്പോ ജീവിതവാ, അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞു. അറിയാം, ജീവിതവാ, അത് മറന്നു പോകുന്നത് ഞാനല്ല, അത് അച്ഛൻ തന്നെയാ മറന്നു പോണത് എന്ന് പറയാണ്. ദേ, ഒരു കാര്യം കൂടി ഓർത്തു വെച്ചോ. അതുകൊണ്ടാ സ്വന്തം സുഹൃത്തിന്റെ മകനെ പീഡന കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ നിങ്ങൾ എല്ലാവരോട് ചേർന്ന് ആ പാവം പിടിച്ച പെൺകുച്ചിനെ കൊന്നു തള്ളിയത്. അർജുൻ, നീ എന്തൊക്കെയാ പറയുന്നത്? വന്ന് നിനക്ക് അച്ഛനെതിരെ പോലും എന്തും പറയാമെന്ന അവസ്ഥയായോ? എന്താടാ ഇത്? അപ്പൊ വേഗം തന്നെ
അതെ, കേസ് ജയിക്കാൻ വേണ്ടി മാത്രം സ്വന്തം മോനെ വീട്ടിൽ പൂട്ടിയിടാനും മോളെ പോലെ കരുതേണ്ട കൊച്ചിനെ കൊന്നു തള്ളാനും കൂട്ടു നിൽക്കുന്ന അച്ഛനോട് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നാ പറയണത്? അർജുൻ, സ്റ്റോപ്പ് ഇറ്റ്, ക്രോസ് ദ ലിമിറ്റ്. ഓക്കെ, എന്റെ ലിമിറ്റ് ഞാൻ തന്നെയാ അച്ഛാ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ക്രോസിങ്ങിനെ കുറിച്ച് ഓർത്ത് വെറുതെ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ദേ പത്മ, അവളുടെ കാര്യത്തിൽ അവളെ അങ്ങ് ഇല്ലാതാക്കിയ എല്ലാം അവസാനിച്ചു എന്ന് അച്ഛന് തീരുമാനിച്ചു, അല്ലെങ്കിൽ അത് അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് തെറ്റി. ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, ഇതുവരെ ചെയ്തു കൂട്ടിയതിനൊക്കെ കണക്ക് ചോദിക്കാൻ അവളുണ്ട് അച്ഛന്റെ പിന്നാലെ. അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറഞ്ഞു. ഇടുത്തി പോലെയാണ് രാഘവനുണ്ണിയുടെ മനസ്സിലേക്ക് ഇത് കയറിയത്. പത്മയുടെ സ്വന്തം വക്കീല്. എങ്കി അച്ഛൻ കേട്ടോ, ഇന്നല്ലെങ്കിൽ നാളെ പത്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അഞ്ജലി കണ്ടെത്തിയിരിക്കും, ഒരു സംശയം വേണ്ട. പിന്നെ ഇന്നച്ഛൻ മൂടി വെക്കാൻ ശ്രമിക്കുന്ന സത്യങ്ങളുണ്ടല്ലോ, എങ്കി കേട്ടോ, അതൊക്കെ അച്ഛന് തന്നെ അന്നതൊരു ബാധ്യതയായിട്ട് വരും, ഉറപ്പ്, ഒരു സംശയം വേണ്ട. ജസ്റ്റ് വെയിറ്റ് ഫോർ ആൻഡ് ഫൈനൽ ജഡ്ജ്മെന്റ് എന്താണെങ്കിലും ഉടൻ തന്നെ ഉണ്ടാവും എന്ന് കൂടി പറഞ്ഞിട്ട് അർജുൻ അകത്തേക്ക് പോയി. ഇടുത്തി വീണ പോലെ രാഘവനുണ്ണി ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ പറയേണ്ടതെന്നറിയാതെ. അപ്പൊ പിന്നെ കാണുന്ന അഞ്ജലിനെയാണ്. അപ്പൊ അഞ്ജലി നേരെ വണ്ടി എടുത്ത് നേരെ ചെല്ലുന്നത് നമ്മുടെ കുറുപ്പിന്റെ വീട്ടിലേക്കാണ്. അപ്പൊ കാർത്തിക് അവിടെ നിൽപ്പുണ്ട്. ഹലോ, എന്താ മാഡം എന്നിങ്ങനെ ചോദിച്ചു. അഞ്ജലി നേരെ ഒന്നും ഒരു കൂസലും ഇല്ലാതെയാണ് ആളകത്തേക്ക് കയറി ചെന്നത്. എങ്ങോട്ടാടി ഇടിച്ച് കയറി പോകുന്നത്? ഇവിടെ ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ട്. എനിക്ക് ചോദിക്കാനും പറയാനും പ്രത്യേകിച്ചൊന്നുമില്ല, ചെയ്യാനാ ഉള്ളത് ദേ എന്ന് പറഞ്ഞു. അപ്പൊ അടിക്കാൻ തുടങ്ങിയപ്പോ മിണ്ടരുത്, ഒച്ചയെടുത്ത് ആളെ കൂട്ടി സ്വയം നാറാൻ നിൽക്കണ്ട. സത്യം പറയടാ, നീയൊക്കെ കൂടി ആ പത്മയെ എന്താടാ ചെയ്തത്? പത്മയോ? അതെ, എന്താ ആ പേര് നീ കേട്ടിട്ടേ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കാം. ദേ, നീ സത്യമായിട്ട് പറയുന്നോ അതോ ഞാൻ ചോദിക്കുന്ന ആൾക്കാരെ കൂട്ടി വന്ന് നീ ചോദിക്കണോ? പത്മ എവിടെ? നിനക്കെന്താടി ബ്രണ്ടേ ഒരു എല്ലു കൂടുതലാണെന്ന് എനിക്കറിയാം. അതിന്റെ തിളപ്പാണല്ലോ ആ പെണ്ണിനെ മുൻനിർത്തി ഇത്രയും നാളെ നീ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അവളെ ചത്തനായപ്പോ നിനക്കെന്താടി സമനില തെറ്റിയോ? ദേ, വാക്കുകൾ നീ സൂക്ഷിച്ചുപയോഗിക്കണം. ഷേ, ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യൂടി? ഇതേ എന്റെ വീടാ, എന്റെ പ്രൈവറ്റ് പ്ലേസ്. ഇവിടെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിട്ട് എന്നെ മര്യാദ പഠിപ്പിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ. അപ്പൊ കൈ ഇങ്ങനെ ഓങ്ങിയപ്പോഴത്തേനും കാർത്തി എന്ന് വിളിച്ചുകൊണ്ട് സേതു അങ്ങോട്ടേക്ക് എത്തി. അതെ, എന്തുവാ മോളെ, എന്തുവാ കൊച്ചെ നിനക്ക് വേണ്ടത്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടത് എന്താന്ന് നിങ്ങളുടെ മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് ഉറപ്പ്. പറ കാർത്തിക്, പത്മ എവിടെ? നീ അത് വല്ല ശ്മശാനത്തിലും അന്വേഷിച്ചു നോക്ക്, അതറിയാമായിരിക്കും. എന്റെ അമ്മേ, എനിക്കെതിരെ വക്കാലത്തൊപ്പിച്ച പരാതിക്കാരി ചത്തുപോയി. ദാ അതോടെ ഇവളുടെ സമനില തെറ്റിയെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ചത്തുപോയവളെ അന്വേഷിച്ച് ഇവിടെ കയറി വന്ന് ബഹളം ഉണ്ടാക്കുവോ ഇവള് എന്നിങ്ങനെ ചോദിക്കാണ്. ഇത് കണ്ടോണ്ടാണ് കാവ്യ വരുന്നത്. ഡി, നീ എന്താടി ഇവളെ? കാവ്യക്കാണെങ്കിൽ കലി പൂണ്ട് നിൽക്കാണ്. അർജുന്റെ കാര്യത്തില് അത്രയ്ക്ക് കലിയാണ്. നിനക്കിനി എന്താടി വേണ്ടത്? ഇനി ആരുടെ ജീവിതമാണ് നിനക്ക് എടുക്കേണ്ടത് എന്ന് ചോദിച്ച് ഇവളുടെ കോങ്ങയ്ക്ക് കയറി പിടിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് കുറുപ്പും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കാർത്തികയെ പിടിവിടാൻ പറയടാ. അവസാനം ഒന്നും നോക്കിയില്ല, ഇവളുടെ മുടിക്കുത്തിരി പിടിച്ച് അങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴേക്കും ഡി എന്ന് ചെന്നുകൊണ്ട് ഇവനും അവളെ അടിക്കാൻ ചെല്ലുകയാണ്. ഒന്നും നോക്കിയില്ല, മൂക്കാമ്പട്ട തീർത്ത ഒരൊറ്റ ഇടി അങ്ങ് വെച്ച് കൊടുത്തു. അവനും ഒരു സൈഡിലേക്ക് അങ്ങ് ചുരുണ്ടുപോയി കേട്ടോ. എന്നിട്ട് ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറുപ്പ് ഇതാണ് കാണുന്നത്. എന്തു വടി ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ഇയാളകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഇവര് അടിക്കുന്നത് കണ്ടോണ്ട്. ഹാഹാ, നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് നീ എന്താ ഇവിടെ? നിനക്കെന്താടി ഇവിടെ കാര്യം? ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്നും, ഇറങ്ങടി എന്ന് പറഞ്ഞു. കൈ കയറി പിടിച്ചു. ഒന്നും നോക്കിയില്ല, അഞ്ജലി അവിടെ തന്നെ നിന്നു. കൈ അങ്ങ് വിടിയിപ്പിച്ചു, കൈ പിടിച്ചിട്ട്. ഇറങ്ങാൻ തന്നെയാ ഞാൻ വന്നത്, എങ്കിൽ കേട്ടോ. പക്ഷെ അതിനു മുൻപ് എനിക്കൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ. ഓ, നിനക്കിനി പുതുതായിട്ട് എന്ത് തേങ്ങയാണാവോ അറിയേണ്ടത്? ദേ മിസ്റ്റർ എമ്മി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചോ. എന്റെ വീട്ടിൽ വരുന്നവരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ എനിക്കറിയാം. നീ കൂടുതൽ നിന്നങ്ങോട്ട് വികാരപ്പെടാതെ വന്ന കാര്യം എന്താന്ന് വെച്ച് പറഞ്ഞിട്ട് തൊലച്ചിട്ട് പോ. പത്മ എവിടെ എന്ന് ചോദിച്ചു വീണ്ടും. അപ്പൊ ഇവര് ഞെട്ടുകയാണ് കേട്ടോ. ഷെടാ, ഇത് എന്തൊരു പാടാണ്.
എടി പത്മയല്ലേ ചത്തത്, നിനക്കെന്താടി സമനില തെറ്റിയോ എന്ന് ചോദിച്ചു. അത് തന്നെ അച്ഛാ ഞാനും ഈ ചോദിക്കുന്നത്. ദേ ഈ നിന്ന് പിച്ചുമ്മയും പറയാതെ ഒന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞു. അപ്പോ ഇവർക്ക് കാര്യമൊന്നും അറിയില്ല എന്ന് മനസ്സിലായി. ഇനി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കിട്ടിയേ അടങ്ങൂ എന്ന് പറഞ്ഞാൽ കേട്ടോ നീ. പത്മയെ ഞാൻ തന്നെയാടി കൊന്നത്. എന്നിട്ട് ചുമ്മാ നിന്നല്ല, കൊന്നിട്ട് ഞാൻ അവളെ റെയിൽവേ ട്രാക്കിൽ കൊണ്ട് ഇടുക ചെയ്തത്. ആത്മഹത്യ ആക്കുകയും ചെയ്തത് ഞാൻ തന്നെയാ. എന്താ മതിയോ നിനക്ക് മറുപടി? അപ്പോ കാവ്യ അങ്ങോട്ടേക്ക് വന്നിട്ട്, അതെ നീ വലിയ സാമർത്ഥ്യക്കാരിയല്ലേ, ആ മുരളിയെ ചാടിച്ചു കൊണ്ടുപോയി മാപ്പ് സാക്ഷിയാക്കിയ സാമർത്ഥ്യക്കാരി. പത്മയെ ഇവൻ തന്നെയാ കൊന്നതും റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാ ചെയ്ത് കാണിക്കടി. പിന്നെ എന്റെ അച്ഛൻ ബാക്കി നോക്കിക്കോളും എന്ന് പറഞ്ഞ കാവ്യ. അപ്പൊ ഇവരുടെ എന്താ സംഭവം എന്ന് മനസ്സിലായി. മറുപടി കേട്ട് നിനക്കെന്താ ബോധിച്ചോ? അതോ ഇനിയും നിനക്ക് കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ചോദിക്കാനല്ല പറയാനാ ഉള്ളത് എന്ന് പറഞ്ഞു. എങ്കിൽ കേട്ടോ, റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയ ബോഡി അത് പത്മയുടേതല്ല എന്ന് പറഞ്ഞു. ഇവര് രണ്ടുപേരും എല്ലാവരും ഒന്ന് അന്താളിച്ചു പോയി കേട്ടോ, എന്താ ഈ സംഭവിക്കുന്നത് എന്നോർത്ത്. അപ്പൊ പത്മ ചത്തു എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്നവർക്ക് വമ്പൻ തിരിച്ചടിയാണ് ഇനി വരുന്നത്. അപ്പോൾ അതേണ്ട ഒരു മാസ് എൻട്രി അല്ലെങ്കിൽ ഒരു മാസ് എൻട്രി പ്രതീക്ഷിക്കുന്നില്ല എല്ലാവരും. അപ്പം നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു.